JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ 25/6/2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്തത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. അതിന്റെ അകത്ത് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഓപ്ഷൻ ബി, ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഓപ്ഷൻ സി, ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. ഓപ്ഷൻ ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. ഇത് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഓപ്ഷൻ എ, വടക്കൻ സിർക്കാർസ് തീരം. ഓപ്ഷൻ ബി, മലബാർ തീരം. ഓപ്ഷൻ സി, കൊങ്കൺ തീരം. ഓപ്ഷൻ ഡി, ഗുജറാത്ത് തീരം. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വടക്കൻ സിർക്കാർസ് തീരം. വടക്കൻ സിർക്കാർസ് തീരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 4 ജോഡികൾ താഴെ തന്നിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ട്രാൻസ് ഹിമാലയ കാസി കുന്നുകള്. ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ. ഓപ്ഷൻ സി, ഹിമാലയ പൂർവഘട്ടം. ഓപ്ഷൻ ഡി, കിഴക്കൻ മലനിരകള് ലഡാക്ക്. ഇവയില് ശരിയായ ജോഡി ഏതാണ്? നിങ്ങൾക്കറിയാവോ ഇതിന്റെ അകത്ത് ശരിയായ ജോഡി ഏതാണ്? നമ്മൾ ഓപ്ഷൻ വായിച്ചു, നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തണം കേട്ടോ, പരീക്ഷയ്ക്ക് ഇത്രയും പോലും സമയം കിട്ടില്ല. അപ്പോൾ ശരിയായ ജോഡി ഏതാണ് ഇതിന്റെ അകത്ത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. അപ്പോൾ താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഓപ്ഷൻ സി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഓപ്ഷൻ ഡി, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. 4 സംസ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിന്റെ വലിപ്പം കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് ആലോചിച്ച് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് അല്ലെ, രാജസ്ഥാൻ. അതിനുശേഷം ഏതാണ്? മധ്യപ്രദേശ്. അതിനുശേഷം മഹാരാഷ്ട്ര. അതിനുശേഷം ഉത്തർപ്രദേശ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോർണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? അറ്റോർണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഇസ്രായേലിന്റെ പ്രസിഡന്റ്. ഓപ്ഷൻ ബി, പാലസ്തീന്റെ പ്രസിഡന്റ്. ഓപ്ഷൻ സി, UN സെക്രട്ടറി ജനറൽ. ഓപ്ഷൻ ഡി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ആരാണ് ഈ അറ്റോർണിയോ ഗുട്ടറസ്? ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇടം നേടുന്ന ഒരു വ്യക്തിയാണല്ലേ. ആരാണ് അദ്ദേഹം? UN സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറൽ ആണ് അറ്റോർണിയോ ഗുട്ടറസ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും
അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. പുതിയതായിട്ട് അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സ്ഥാനങ്ങളും സംസ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, ഓപ്ഷൻ ബി മധ്യപ്രദേശ് മോഹൻ യാദവ്, ഓപ്ഷൻ സി തെലുങ്കാന രേവന്തി റെഡ്ഡി, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. ഏതാണ് ഇതിൽ തെറ്റായത്? ഏതാണ്? പുതുതായിട്ട് അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളും അവരുടെ മുഖ്യമന്ത്രിമാരുടെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായത് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. അതാണ് തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇറാൻ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി നേപ്പാൾ. ഏത് രാജ്യമാണ് വിസ ഇളവ് അനുവദിച്ചത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറാൻ ആണ് അല്ലെ, ഇറാൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഹരിയാന, ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര തമിഴ്നാട്, ഓപ്ഷൻ ഡി ഹരിയാന പഞ്ചാബ്. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാമാണ്? ഒഡീഷ ആന്ധ്രാപ്രദേശ്. ഒഡീഷ ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളില് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളില് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 കണ്ണൂര്, 2 കാസർഗോഡ്, 3 തൃശ്ശൂര്, 4 പാലക്കാട്. ഏതൊക്കെ ജില്ലകളാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത്? കേരളത്തിലെ ജില്ലകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിനകത്ത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1 ആൻഡ് 2, ഓപ്ഷൻ ബി 2 ആൻഡ് 3, ഓപ്ഷൻ സി 3 ആൻഡ് 4, ഓപ്ഷൻ ഡി 1 ആൻഡ് 4. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ. 1ഉം 2ഉം ആണ് അല്ലെ. കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 2 ജില്ലകൾ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 78, ഓപ്ഷൻ ബി 63, ഓപ്ഷൻ സി 92, ഓപ്ഷൻ ഡി 67. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 ആണ് അല്ലെ. 78 ആണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ശാസ്താംകോട്ട കായല്, ഓപ്ഷൻ ബി പൂക്കോട് തടാകം, ഓപ്ഷൻ സി അട്ടമുടി കായല്, ഓപ്ഷൻ ഡി വെള്ളായണി തടാകം. അപ്പോൾ ഇതിന്റെ അകത്ത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും അല്ലെ. ഏതാണ് അതിന്റെ അകത്ത്? അഷ്ടമുടി കായലാണ് ഇതിന്റെ കൂട്ടത്തിൽ ചേരാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിന്റെ അകത്ത് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു, ഓപ്ഷൻ സി എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്, ഓപ്ഷൻ ഡി ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് അല്ലെ. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. അതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. 4 ജലവൈദ്യുത പദ്ധതികൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചേരാത്ത ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പള്ളിവാസൽ ഇടുക്കി, ഓപ്ഷൻ ബി ഷോളയാർ
പാലക്കാട്, ഓപ്ഷൻ സി കുറ്റ്യാടി കോഴിക്കോട്, ഓപ്ഷൻ ഡി കല്ലട കൊല്ലം. ഏതാണ് ഇതിനകത്ത് ചേരാത്ത ജോഡി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ചേരാത്ത ജോഡി ഏതാണ്? ഷോളയാർ പാലക്കാടാണ് ചേരാത്ത ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളില് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 4 വന്യജീവി സങ്കേതങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ ഓപ്ഷൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ കുറിഞ്ഞിമല, ഓപ്ഷൻ ബി ചിന്നാറ്, ഓപ്ഷൻ സി പെരിയാറ്, ഓപ്ഷൻ ഡി ആറളം. ഏതാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്? ആറളമാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധമില്ലാത്ത ആറളമാണ്. ആറളം വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏത്? വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മതികെട്ടാൻ ചോല ദേശീയോദ്യാനം, ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം, ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനം, ഓപ്ഷൻ ഡി പാമ്പാടുംചോല ദേശീയോദ്യാനം. എവിടെയാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം? എല്ലാവരും ഒന്ന് ആലോചിച്ച് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇരവികുളം ദേശീയോദ്യാനം. അവിടെയാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. താഴെ 5 എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത് 5 എണ്ണം. അതില് യോജിക്കുന്നവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ബേപ്പൂർ കോഴിക്കോട്, 2 മുനമ്പം എറണാകുളം, 3 ശക്തികുളങ്ങര ആലപ്പുഴ, 4 തോപ്പുംപടി തൃശ്ശൂര്, 5 അഴീക്കൽ കൊല്ലം. ഇതിന്റെ അകത്ത് യോജിക്കുന്നവ ഏതൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് യോജിക്കുന്നവ? കണ്ടെത്തിയോ? 1, 2, 5 യോജിക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? ബേപ്പൂർ കോഴിക്കോട്. മുനമ്പം രണ്ടാമത്തെ ഏതാണ്? മുനമ്പം എറണാകുളം. 5-മത്തെ ഏതാണ്? അഴീക്കൽ കൊല്ലം. ഈ 3 യോജിക്കുന്നവ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി അത്ലറ്റിക്സ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ക്രിക്കറ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലെ. അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ബി ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ സി നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണ് ഉത്തരം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ്. ബാക്കിയെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന, ഓപ്ഷൻ ബി അന്നപൂർണ, ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഏതാണ് ശരി ഉത്തരം? നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വൈകുണ്ഠ സ്വാമികൾ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.